വെൽക്കം ബാക്ക് ടു ഹെറാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. അതെന്താണെന്നോ? ഉന്നക്കായ. അപ്പോൾ ഇത് ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഇത് കൂടുതൽ ഉണ്ടാക്കുന്നത് മലബാർ ഏരിയയിലുള്ളവരാണ്. അതായത് കോഴിക്കോട്, കണ്ണൂർ ഇവിടെയൊക്കെ ഉള്ളവരാണ് ഉന്നക്കായ സാധാരണ ഉണ്ടാക്കുന്നത്. നമ്മൾ കോട്ടയം ഭാഗത്തുള്ളവർക്ക് അത് അത്ര ഫെമിലിയർ അല്ല. നമ്മൾ സാധാരണ ഏത്തപ്പഴം കിട്ടിയാൽ ചെയ്യുന്നത് എന്താ? ഒന്നുകിൽ അത് അതുപോലെ തന്നെ കഴിക്കും, അല്ലെങ്കിൽ അത് പുഴുങ്ങി കഴിക്കും. അതും അല്ലെങ്കിൽ കുറച്ചുകൂടെ പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത്തക്കാ ബോളി ഉണ്ടാക്കും. പക്ഷേ ഈ കണ്ണൂർ ഭാഗങ്ങളിലുള്ളവരൊക്കെ അവർക്ക് പല പല ഡിഷസ് ഇതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അതിലൊന്നാണ് ഉന്നക്കായ. പിന്നെ അവരുണ്ടാക്കുന്നതാണ് പാൽവാഴയ്ക്ക അല്ലെങ്കിൽ കായ്പോള, ഇങ്ങനെ പല പല വിഭവങ്ങൾ അവരുണ്ടാക്കാറുണ്ട്. ഇന്ന് എന്തായാലും നമുക്ക് ഉന്നക്കായ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നോക്കിയാലോ എങ്ങനെയാണ് ഉന്നക്കായ ഉണ്ടാക്കുന്നതെന്ന്. ഉന്നക്കായ ഉണ്ടാക്കാനായിട്ടുള്ള ഏത്തപ്പഴം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഇത് നമ്മൾ ഒത്തിരി പഴുത്ത ഏത്തപ്പഴം എടുക്കരുത്. ഇതുപോലെ ചെറിയ യെല്ലോ കളറുള്ള ഏത്തപ്പഴമാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ബോളിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് പഴുത്തത് വേണം ഉപയോഗിക്കാൻ. പക്ഷേ ഈ ഉന്നക്കായ്ക്ക് ഇതുപോലത്തെ ചെറിയ പഴുപ്പുള്ള പഴമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് കീറിയെടുക്കുന്നുണ്ട്. നമ്മൾ അതിനകത്തെ അരിയൊക്കെ ഒന്ന് മാറ്റിക്കളയണം. നമ്മൾ സാധാരണ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങിയാലും മതി. പക്ഷേ നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അരി മാറ്റുമ്പോൾ നമുക്ക് കൈയൊക്കെ പൊള്ളത്തില്ലേ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ സൗകര്യം. അപ്പം നമ്മളതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അത് നടുവേ ഒന്ന് കീറിയിട്ട് അതിനകത്തെ അരിയൊക്കെ ഒന്ന് കളയാനായിട്ട് തുടങ്ങുകയാണ്. നമ്മൾ ചിലപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന പഴത്തിനകത്ത് ചിലപ്പോൾ ഒത്തിരി കട്ടിയായിട്ടുള്ള ചില ഭാഗങ്ങൾ കാണും, ഈ കല്ലച്ച് പോയ പഴമൊക്കെ. അപ്പോൾ അങ്ങനത്തതൊക്കെ നമ്മൾ ഇങ്ങനെ കീറിക്കളയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത് നന്നായിരിക്കും. ഇതിന് ജസ്റ്റ് അരി ഒന്ന് കളഞ്ഞാൽ മതി ഇതുപോലെ. അപ്പോൾ ഞാനെല്ലാം തന്നെ ഇതുപോലെ കളഞ്ഞു വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങ് കളഞ്ഞാൽ നല്ല എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ പുഴുങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കിതങ്ങോട്ട് കളയാമെന്ന്. അപ്പോൾ ഞാനിവിടെ പഴത്തിൻ്റെ എല്ലാം അരി എടുത്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു ഇഡ്ഡലി ചെപ്പ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പഴത്തിൻ്റെ പീസസ് എല്ലാം തന്നെ എടുത്ത് വെക്കുകയാണ്. അതൊരു 3-4 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. അതിൽ കൂടുതലൊന്നും സ്റ്റീം ചെയ്യേണ്ട. കാരണം ഒത്തിരി അങ്ങോട്ട് വെന്ത് പോയാൽ നമുക്കത് പൊടിച്ചെടുക്കാനായിട്ട് പ്രയാസമായിരിക്കും. അതായത് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകും. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞു. ഇതെല്ലാം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ ഓരോന്നായിട്ട് എടുത്തങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് ഇതൊന്ന് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ചൂട് മുഴുവനും പോകാൻ വെയിറ്റ് ചെയ്യേണ്ട. അതിൻ്റെ ഒരു ചെറു ചൂട് പൊടിക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുന്നത്. ഇനി നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതൊന്ന് മാഷ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് അങ്ങോട്ട് കുഴഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് ചെയ്യുക. അതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതങ്ങ് പൊടിച്ചെടുക്കാം. അതിൻ്റെ ചൂടൊക്കെ ആ സമയമാകുമ്പോഴത്തേനും ഒന്ന് കുറഞ്ഞിരിക്കും. അപ്പം നമുക്ക് കൈകൊണ്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പരുവത്തിലെത്തും. അല്ലെങ്കിൽ നമ്മളിതുപോലെ ഒരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ച് നമ്മൾ ചെയ്താലും മതി. അല്ലെങ്കിൽ ഒരു തടി സ്പൂണോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതെല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ എന്തെങ്കിലും കട്ടിയായിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ അത് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ അത് മിക്സ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു ഫില്ലിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിനകത്തേക്ക് ആഡ് ചെയ്തു. ആ നെയ്യ് ഉരുകി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. കാഷ്യൂ നട്ട്സ് ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി അത് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. അതുകൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1 കപ്പ് ചിരണ്ടിയ തേങ്ങയാണ്. അത് ഈ സമയത്ത് നമുക്ക് അതിനകത്തോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കണം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. അതോടെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഷുഗറാണ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് എന്തോരം മധുരം വേണോ അതനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. മധുരം കുറച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം അത് മിക്സ് ചെയ്ത് ഇരിക്കരുത്. കാരണം അത് ഉരുകിയാൽ അതെല്ലാം ഒത്തിരി കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മുടെ ഷുഗർ ഉരുകുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് എടുത്ത് വെക്കണം.
അപ്പോൾ നമ്മുടെ ഉന്നക്കായ്ക്ക് വേണ്ട മിക്സും പഴത്തിൻ്റെ മിക്സും രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ് അതൊന്ന് തൂത്തതിന് ശേഷം ഇതുപോലെ ഒരു നാരങ്ങയുടെ സൈസിൽ ഒരു ബോളായിട്ട് ഇങ്ങനെ എടുക്കുക ഈ പഴത്തിൻ്റെ മിക്സ്. അതിന് ശേഷം നമ്മൾ നമ്മുടെ കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ നമ്മൾ ഈ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ കൈവെള്ളയിൽ വെച്ചൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ തേങ്ങയുടെ ആ മിക്സ് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് കുഴിവായിട്ട് പിടിക്കുക. എന്നിട്ട് അതിങ്ങനെ അതിനകത്ത് കൊള്ളാവുന്ന എന്തോരുമാണോ അതനുസരിച്ച് നമ്മൾ ഈ തേങ്ങയുടെ മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് വെക്കുക. അതിനുശേഷം ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ അത് നന്നായിട്ട് അങ്ങ് ഇരുന്നോളും. പിന്നെ നമ്മൾ അതിൻ്റെ എഡ്ജസ് ഒന്ന് കൂട്ടി അതങ്ങോട്ട് യോജിപ്പിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ വെച്ചൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ എവിടെയെങ്കിലും അത് ചേരുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ കുറച്ചുകൂടെ പഴത്തിൻ്റെ മിക്സ് വെച്ച് നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കണം. കാരണം ഇത് തുറന്നു പോയി കഴിഞ്ഞാൽ വറക്കുമ്പോൾ എല്ലാം പുറത്ത് പോകും. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് സീൽ ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. കാരണം ഉന്നക്കായുടെ ഷേപ്പ് ഇതുപോലെ ഒരു നീണ്ട ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് നമ്മൾ ഉന്നക്കായ്ക്കുള്ളത്. ഇതുണ്ടാക്കി കഴിഞ്ഞ് നമ്മളത് ഒന്നുകൂടെ ഒന്ന് നോക്കണം എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായി ഒന്നുകൂടെ ഒന്ന് സീൽ ചെയ്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. നമുക്കിത് ഏത് സൈസ് വേണേലും ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ചെറുതായിട്ട് മതിയെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ ഫില്ലിങ്ങൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ വലുപ്പത്തിൽ ഇത് ഉണ്ടാക്കാവുന്നതാണ്. എന്തായാലും നമ്മളിതെല്ലാം തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഈ ഉന്നക്കായ്ക്ക് നമ്മൾ വേറെ ബാറ്ററിനകത്തൊന്നും മുക്കിയല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഏത്തക്കാ ബോളിയൊക്കെ നമ്മളിത് മാവിനകത്ത് മുക്കിയാണല്ലോ ഉണ്ടാക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ തന്നെ വറുത്തെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നന്നായിട്ട് സീൽ ചെയ്ത് ഇരിക്കണമെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതെല്ലാം തന്നെ ഇവിടെ ഒരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, എല്ലാം തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉന്നക്കായൊക്കെ വറക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് വറുത്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ മെയിൻ പരിപാടികളൊക്കെ തന്നെ കഴിഞ്ഞു. ഇനി നമ്മളത് വറക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഒരെണ്ണം ഒന്ന് വറുത്തെടുക്കുകയാണ്. അതിന് ശേഷം നമുക്കത് കൂടുതൽ 2-3 ഒന്നിച്ചിട്ട് വറുക്കാവുന്നതാണ്. അപ്പോൾ ഒരെണ്ണം തന്നെ ഇടണമെന്നില്ല. ആദ്യം നമുക്ക് 2-3 ഒക്കെ ഇട്ട് എണ്ണയുടെ എന്തോരം ഉണ്ടോ അതനുസരിച്ച് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം. അപ്പോഴാണ് ഇത് റെഡിയാവുന്നത്. ഇനി ഞാനൊരു 3 കൂടെ ഇട്ട് വറുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ പതുക്കെ അതൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ കളർ പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആവും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് റോൾ ചെയ്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ നോക്കണം അതിൻ്റെ കളറ് ചേഞ്ചായി വരുന്നുണ്ടോ എന്ന്. അപ്പോൾ അത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കത് അതിൻ്റെ തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ചതിന് ശേഷം ഇതുപോലെ ഇതങ്ങ് കോരിയെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു പേപ്പർ ടവലിലേക്ക് വെക്കുകയാണെങ്കിൽ അതിനകത്തുള്ള എണ്ണയുടെ അംശമൊക്കെ അതൊന്ന് വലിഞ്ഞോളും. അതുകൊണ്ടാണ് ഞാൻ പേപ്പർ ടവലിലേക്ക് വെക്കുന്നത്. നമ്മുടെ അടിപൊളി ഉന്നക്കായൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അതിനകമൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം എടുത്തൊന്ന് കട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ അകം കണ്ടോ, നല്ല രസമില്ല കാണാനായിട്ട്. അപ്പം നമ്മുടെ തേങ്ങയും അതിൻ്റെ ആ നട്ട്സും എല്ലാം കൂടെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. കാഴ്ചയിൽ മാത്രമല്ല കേട്ടോ, ടേസ്റ്റിലും അത് ഗംഭീരമാണ് നമ്മുടെ ഉന്നക്കായ. ഇതെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എങ്ങനെയുണ്ട് നമ്മുടെ ഉന്നക്കായ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടുത്ത പ്രാവശ്യം പഴം മേടിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആ പഴത്തിൻ്റെ ടേസ്റ്റും പിന്നെ അതിനകത്ത് വെക്കുന്ന തേങ്ങയും ആ നട്ട്സൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. നിങ്ങളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.